ഇന്ന് വരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കത് വേണ്ടി വന്നു. ഇവിടെയാ ഞാൻ എന്റെ അനിയത്തി ഇത്ര നാളും കൊണ്ടു നടന്നത്. എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞു, എന്റെ മുമ്പിൽ അഭിനയിക്കുന്നു. ഇനി അത് പറ്റില്ല. സത്യം പറഞ്ഞോ, എങ്ങനെ ഇത്രയും കാശ് നിന്റെ കയ്യിൽ വന്നത്? ആര് തന്നിട്ട്? എന്തിനു വേണ്ടിയുള്ള പ്രതിഫലം? പറയടി. എന്നെ ഒരു ഭ്രാന്തനാക്കാതെ പറയുന്നുണ്ടോ നീ? പറയില്ലെങ്കിൽ ഇവിടെ ഒരു കല്യാണം നടക്കില്ല, നീയും പുറത്തു പോവില്ല. എല്ലാത്തിനും ഇവിടെ കത്തിക്കും ഞാൻ. പ്ലീസ്, എനിക്ക് ചിലത് പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ലത്. അതുകൊണ്ടാ. അതുകൊണ്ടുമില്ല, നിന്നെ കൊണ്ട് ഇപ്പൊ തന്നെ പറയിക്കും ഞാൻ. പറയടി, എങ്ങനെയാ അത്രയും കാശ് നിനക്ക് കിട്ടിയത്? പറയാ. കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറയാം. അത് പറയാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ തല്ലിക്കൊന്നാലും ശരി, പറയില്ല. ആദ്യം വിവാഹം നടക്കട്ടെ, എന്നിട്ടേ ഞാൻ പറയൂ. നിന്നെ കൊണ്ട് ഇപ്പൊ തന്നെ ഞാനത് പറയിക്കൂടി. പറയടി. നിന്നെ കൊണ്ട് ഇന്ന് തന്നെ ഞാൻ പറയിപ്പിക്കും. പറയടി. നീ അത് തോന്നിയോസായി കാണിക്കുന്നേ. പെൺകുട്ടികൾ ആരെങ്കിലും ഇങ്ങനെ തല്ലുവോ? തല്ലും, വേണമെങ്കിൽ കൊല്ലും ചെയ്യും ഞാൻ. അനിയത്തിമാരെ ലാളിക്കാൻ മാത്രമല്ല, ശിക്ഷിക്കാനും വിനയനറിയാം. അതിന് ഇവളെ ശിക്ഷിക്കാൻ എന്ത് തെറ്റാ നിന്നോട് ഈ കുടുംബത്തോട് ഇവള് ചെയ്തത്? നാൽക്കാലിയെ പോലും ഇങ്ങനെ തല്ലില്ല. എന്തൊരു അടിയാടാ നീ ഇവളെ അടിച്ചത്? ഞാൻ എന്തിനാ അവളെ അടിച്ചെന്ന് നിങ്ങൾ തന്നെ അവളോട് ചോദിച്ചാ മതി. എന്തിനാ അടിച്ചെന്ന് നീ തന്നെ പറഞ്ഞാ മതി. നിന്റെ കൂട്ടുകാരന്മാര് നിന്നെ ചതിയിപ്പെടുത്തി ജയിലിലാക്കിയപ്പോ നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാതെ ഇവിടെ എല്ലാവരും പകച്ചു നിന്നു. അപ്പൊ സ്വന്തം ഏട്ടിനു വേണ്ടി സ്വന്തം ഭാവി പണയപ്പെടുത്തി നിന്നെ കേസിന്ന് രക്ഷപ്പെടുത്തിയതാണോ ഇവള് ചെയ്ത കുറ്റം? പരസ്പരം ഇഷ്ടപ്പെട്ട നിന്നെ രോഹിണിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിന്റെ അനിയത്തി കാണിച്ച സാഹസമാണോ ഇവള് ചെയ്ത തെറ്റ്? നീ ജയിലിലായിരുന്നപ്പോ ഒരു ആൺകുട്ടിയേക്കാൾ കരുത്തോടെ പതറാതെ നിന്ന ഇവൾക്ക് മുകളിലല്ല ഈ കുടുംബത്തിൽ നീയും ഞാനും ഒന്നും. അതൊന്നും മാത്രമല്ല, നാളെ വിമലയുടെ കല്യാണം നടക്കേ ഇവിടെ. അതും ഇവൾ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണെന്ന് നീ മറക്കരുത്. ആ കാശ് ഇവളെ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനുത്തരം പറയാൻ ഇവളോട്. അത് മുമ്പേ നിന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞു, പക്ഷേ ഇവള് നമ്മളോടെല്ലാം പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഇവള് കാശുണ്ടാക്കിയത് വേറെ വഴിക്കാ. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഏത് വഴിക്ക്? എന്ത് മനസ്സിലാക്കാൻ വൈകിയെന്ന്? ആ പണം, ആ ലക്ഷ്യങ്ങൾ എന്റെ അനിയത്തി വഴി വിട്ട് സമ്പാദിച്ചാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയും നിന്റെ അനിയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച നാവ് പുഴുത്തു പോകൂടാ. നാവ് പുഴുത്തു പോകും. ഇപ്പൊ ഇറങ്ങണേ വീട്ടിൽ നിന്ന്. നിന്നെ എനിക്കിനി കാണണ്ട. ഇറങ്ങിപ്പോടാ വെളിയില്. ഏട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ഏട്ടൻ വെറുതെ ദേഷ്യം വന്നപ്പോ പറഞ്ഞോ? പറഞ്ഞും ശപിച്ചും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഇവളിപ്പോ എന്റെ നെഞ്ചി കിടന്ന് പൊള്ളുക. അത് തണുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരും.
എന്നെ അന്വേഷിക്കരുത് ആരും. വിനീട്ടാ, വിനീട്ടാ, വിനീട്ടാ. ഏയ്, തൊട്ടുപോകരുത് തന്നെ. നീ സത്യം പറയുന്നത് വരെ എനിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. ഈ കുടുംബവും അങ്ങോട്ട് വെച്ചോ. ചേച്ചി ഇപ്പൊ ഹാപ്പി അല്ലേ? കുഴപ്പമില്ല. വിസ്മയുടെ ടെസ്റ്റ് കഴിയുന്നത് വരെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അജയ് ഘോഷിനെ കൂടി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഇപ്പോഴത്തെ മൂഡിൽ അവൻ സമ്മതിക്കും. നമ്മുടെ അടുത്ത ടാസ്ക് അതാ. സാർ, താങ്ക് യു സാർ. ശരി. ആ ചേച്ചി പോ. നിക്കടാ അവിടെ. ഞാൻ ഈ കണ്ടുമുട്ടൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. ഇപ്പൊ അവനിതാ നേരിട്ട് മുന്നിലെത്തി. ഇവനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ചേച്ചി തോന്നുന്നേ. നീ എടുത്തിയാട്ടൊന്നും കാണിക്കണ്ട. അവൻ നിന്നെ കണ്ടിട്ടങ്ങ് പൊയ്ക്കോളൂ. പോയാൽ അവന് കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ വീണവൻ തീരും. അത്ര തന്നെ. അവസാനം നീയൊക്കെ എന്റെ മുന്നിൽ അവതരിച്ചു. കൊള്ളാം. ഈ പച്ചക്കാരന്റെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ആഹാ, അപ്പൊ ഇതാണല്ലേ മഹേശ്വരി കുഞ്ഞമ്മ. എന്റെ പൊന്ന് കുഞ്ഞന്നാമ കുഞ്ഞമ്മേ, നിങ്ങളുടെ ദർശനം കിട്ടാനായിട്ട് അടിയൻ പലതവണ ശ്രമിച്ചു, പക്ഷെ ഫലിച്ചില്ല. ഏതായാലും ഇപ്പൊ കടാക്ഷിച്ചല്ലോ, സന്തോഷം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരാ നിങ്ങള്? കണ്ണടച്ച് ഇരുട്ടാക്കി ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കല്ലേ. ഞാൻ വന്നതേ നിങ്ങളുടെ ഈ ഡ്രൈവറുടെ ആനച്ചന്തം കാണാനല്ല. എനിക്ക് എന്റെ അനിയത്തി വിസ്മയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. അവള് നിങ്ങളുടെ വീട്ടിൽ കാണും. ദേ, മദ്യപിച്ച് വന്ന് എന്റെ അനിയന്റെ വഴി തടയാൻ ശ്രമിച്ച ഞാൻ പോലീസിനെ വിളിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഓഹോ, അപ്പൊ ഇത് അനിയനാണല്ലേ? സന്തോഷം. പിന്നെ പോലീസ്. കുറച്ച് ദിവസം ജയിലിൽ കിടന്നുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്, നിങ്ങൾക്കതില്ലല്ലോ. അതുകൊണ്ട് പോലീസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. വെള്ളം അടിച്ചോണ്ടത് വഴി തടഞ്ഞാ നീ വിവരം അറിയും. മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക്. ശിവ, വേണ്ട. അയക്ക് പറയുള്ളത് പറയട്ടെ. അത് മര്യാദ, അത് മര്യാദ. നിങ്ങൾക്കതുണ്ട്, ഇവനില്ല. ഇയാൾക്ക് എന്താ അറിയേണ്ടത്? അതാദ്യം ചോദിക്കേ. വിസ്മയ എന്റെ സ്വന്തം അനീതിയാ. നിങ്ങൾ അവൾക്ക് 1 കോടി രൂപ കൊടുത്തു എന്ന് അറിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ പൂത്ത കാശുണ്ടെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാശ് കൊടുത്തതെന്ന് അവൾ എന്നോട് പറയുകയും ചെയ്തു. ആഹാ, അത് നന്നായി. വിസ്മയ എന്താ പറഞ്ഞത്? കേൾക്കട്ടെ. അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? അവള് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ഒരുത്തരും വിശ്വസിക്കില്ല. ഞാനും അതെ. വിസ്മയ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് 1 കോടി രൂപ കൊടുത്തത്? അത് പറ. എന്റെ അനിയത്തി ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണെങ്കിലും ഞങ്ങളുടേതേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. ഞങ്ങളുടെ കുട്ടിക്ക് ഒന്നും കാണാതെ 1 കോടി രൂപ എറിഞ്ഞു കൊടുക്കില്ല എന്ന് എനിക്കറിയാം. കാശെറിയുന്നവര് അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗം കണ്ടിട്ടുണ്ടാവുന്ന ഉറപ്പാ. എടോ, അതവൾ നിങ്ങളോട് പറഞ്ഞല്ലേ? അത് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് ലാഭം കണ്ടിട്ടാ
നിങ്ങൾ എന്റെ അനിയത്തിക്ക് 1 കോടി രൂപ കൊടുത്തെന്ന് എനിക്ക് അറിയണം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടൂ. അത് പറയാതെ മഹേശ്വരി കുഞ്ഞമ്മയെ നിന്ന നിൽപ്പുന്ന ഞാൻ അനങ്ങാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കാണട്ടാ, കാണിക്കടാ. കാണിക്കേ, കാണിക്കടാ. അടുത്ത് പോവരുത്. കത്തി മാറ്റ്. ഞാനിത് കയ്യിൽ കരുതിയത് നീ ഒന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലാനാ. കുത്തുമ്പോഴുള്ള അറപ്പ് മാറിക്കിട്ടാനാ ബാറിൽ പോയി 2 എണ്ണം അടിച്ചത്. അതുകൊണ്ടേ എന്നോട് കോർക്കാൻ വരാതെ മര്യാദയ്ക്കുള്ള സത്യം തുറന്നു പറ രണ്ടുപേരും. ഇനി അതല്ല ഈ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടാനും പോലീസിനെ വിളിച്ചു വരുത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനും എനിക്ക് സമ്മതാ. കാരണം അപ്പോൾ അവരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മഹേശ്വരി കുഞ്ഞമ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. അത്രയും കാശ് എന്തിനാ കൊടുത്തേന്ന്. അതിൽ ഇല്ലീഗലായിട്ട് ഒന്നുമില്ലെങ്കിൽ വിളിച്ചോ, ഞാൻ സറണ്ടർ ആവാൻ റെഡിയാ. ഇല്ലീഗലായിട്ട് വിസ്മയുമായിട്ട് ഒരു ക്യാഷ് ഡീലിംഗ് നടന്നിട്ടില്ല. കൃത്യമായ എഗ്രിമെന്റ് വെച്ചിട്ടാണ് വിസ്മയ്ക്ക് ക്യാഷ് കൊടുത്തത്. ശരി, എങ്കി പറ, എന്ത് കരാറില എന്റെ അനിയത്തെ കൊണ്ട് നിങ്ങൾ ഒപ്പിടിപ്പിച്ചത്? കരാറിലെ വ്യവസ്ഥ എന്താന്ന് എനിക്ക് അറിയണം. സോറി, കരാറിലെ കാര്യങ്ങൾ ഞങ്ങളല്ലാതെ വേറൊരാൾ അറിയാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. പറയിപ്പിക്കും ഞാൻ. ഇല്ലെങ്കിൽ രണ്ടിനെ കുത്തി മലർത്തിട്ട് ഞാൻ പോവും. പറഞ്ഞോ, എന്റെ അനിയത്തെ ഏതെങ്കിലും റാക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കാശ് കൊടുത്ത് കരാറുണ്ടാക്കിയത്? മുംബൈയിലെ സെക്സ് റാക്കറ്റിന് വിൽക്കാൻ വേണ്ടിയോ? യു ബ്ലഡി. അല്ലാതെ എന്ത് കണ്ടിട്ടാ വെറും ഇടത്തരക്കാരിയായ MBBS കംപ്ലീറ്റ് ചെയ്യാത്ത എന്റെ അനിയത്തിക്ക് നിങ്ങൾ ഇത്ര കാശ് കൊടുത്തത്? നിങ്ങളെ കണ്ടാൽ അറിയാലോ നിങ്ങളൊരു പെൺവാണിഭക്കാരിയായ സ്ത്രീയാണെന്ന്. എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോളൂ. അടങ്ങി പോരുത്. നിന്റെ ചേച്ചിയെ പോലെ പ്രിയപ്പെട്ടതാണടാ എനിക്ക് എന്റെ അനിയത്തി. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ട്രാപ്പിൽപ്പെടുത്തി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മനുഷ്യക്കടത്തിലെ കണ്ണികളല്ലേ നീയും നിന്റെ ഈ ചേച്ചിയും. ഇനി ഒരു അക്ഷരം നീ വേണ്ടി പോരുത്. നല്ല അന്തസ്സുള്ള തറവാട്ടി പിറന്നവരാ ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ കള്ളും കുടിച്ച സഹോദരിയുടെ പേരും പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരമല്ല. ഞാൻ കൊടുത്ത കരാറിൽ ഒപ്പിട്ട് നിന്റെ അനിയത്തി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവുകേട് മാത്രമായിരിക്കും. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. തോന്നിവാസം നീയാണിപ്പോ പറഞ്ഞത്. മെഡിക്കൽ സ്റ്റുഡന്റായ നിന്റെ അനിയത്തിക്ക് കാശിന് വേണ്ടി കിടപ്പറ പങ്കിടാനേ പറ്റുമെന്ന് വിശ്വസിക്കുന്ന നിന്റെ മുഖത്താടാ ആദ്യം കാർക്കിച്ചു തുപ്പേണ്ടത്. അമ്മയായാലും പെങ്ങളായാലും പെണ്ണ് വെറും ശരീരം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന നിനക്ക് ഈ മഹേശ്വരി കുഞ്ഞമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. മനസ്സിലായോ? എന്റെ അനിയത്തി. മതി ചേച്ചി, വേണ്ട. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇവന്റെയും കുടുംബത്തിന്റെ അഭിമാനം നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളും വിസ്മയം തമ്മിലുണ്ടാക്കിയ കരാർ തെറ്റിച്ച് നമുക്ക് ആ സത്യം തുറന്നു പറയാം. ഇപ്പോഴെങ്കിലും ഇവൻ അറിഞ്ഞില്ലെങ്കിൽ എന്നും എപ്പോഴും നമ്മുടെ വഴി തടയാൻ ഇവൻ വന്നുകൊണ്ടിരിക്കും. അതൊരു മെനക്കെട്ട പണിയാ. ശരി, എങ്കിൽ കരാറിൽ എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ നിന്റെ അനിയത്തിയെ കണ്ടതും പരിചയപ്പെട്ടതും ഡോക്ടർ അന്ന കുര്യന്റെ അടുത്തു നിന്നാ. ഡോക്ടറുടെ മകൾ റെബേക്കയുടെ കൂട്ടുകാരിയായിട്ട്. നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്ന ഞാനവളെ അന്ന് തന്നെ നോട്ടമിട്ട് വച്ചു. അത് നീ കരുതുന്നത് പോലെ വിൽക്കാനും നശിപ്പിക്കാനും ഒന്നുമല്ല. എന്റെ മകനൊരു കുഞ്ഞിനെ നൽകാൻ വാടകയ്ക്കൊരു ഗർഭപാത്രം കിട്ടാൻ വേണ്ടിയായിരുന്നു. അതിനു മാത്രം.
വിനയൻ ഇങ്ങ് വരും. നിങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങ. നാളെ കല്യാണമല്ലേ, പുലർച്ചെ എണീറ്റ് റെഡി ആവണ്ടേ? ഞാൻ ആദ്യമായിട്ട് അവനെ തല്ലിയത്. വലിയ വിഷമായി കാണുവന്. എന്നോട് പരിഭവിച്ച് എവിടെയെങ്കിലും തനിച്ചിരിക്കാവൂ. തല്ലണ്ടായിരുന്നു. പക്ഷേ അവൻ വിസ്മയമോളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ ആരായാലും തല്ലിപ്പോകും. അമ്മയല്ലേ തല്ലിയത്. കുറെ കഴിയുമ്പോ ആ പരിഭവമൊക്കെ മാറി അവൻ തിരിച്ചു വരും. അത് ശരിയാ. സങ്കടം വന്നാ വീട്ടിൽ ആരെയും കാണിക്കാതെ പിണങ്ങിപ്പോകുന്ന പരിപാടി അവന് പണ്ടേ ഉള്ളതാ. എന്റെ മോനൊരു കുഞ്ഞുണ്ടാവാൻ അവളുടെ ഗർഭപാത്രം ഞങ്ങൾ വാടകയ്ക്ക് ചോദിച്ചു. നീ ജയിലിലായതുൾപ്പെടെ നിങ്ങളുടെ വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ അവൾ അതിന് തയ്യാറായി. ആ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ അനിയത്തി ആ കരാറിൽ ഒപ്പിട്ടത്. നിന്നെ രക്ഷിക്കാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം. എന്താടാ ഇനി നിനക്ക് എന്താ അറിയണ്ടേ? വണ്ടിയുടെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്ക്. എന്നിട്ട് അനിയത്തി വന്നത് തിന്ന് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. ഓടാ ഓടാ. ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ലടാ, പോലീസ് സ്റ്റേഷനിലേക്കാ. അവിവാഹിതയും വെറും മെഡിക്കൽ സ്റ്റുഡന്റുമായ എന്റെ അനിയത്തിയെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് നിയമവിധേയമല്ലാതെ തെറ്റ് ചെയ്യാൻ കരാറിൽ ഒപ്പുവെപ്പിച്ച് നിങ്ങളെ ഞാൻ ജയിലിലാക്കും. നിങ്ങളുടെ പേരിൽ ഈ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രണ്ടിനെ കസ്റ്റഡിയിൽ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇലഞ്ഞിക്കൽ വിനയചന്ദ്രൻ എന്നല്ല. കാണാം നമുക്ക്. അറസ്റ്റിന് തയ്യാറായിക്കോ. അവൻ പരാതി കൊടുത്താൽ നമ്മൾ പെടും ശിവ. അവൻ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തരുത്. ഇവിടെയാ ഞാൻ എന്റെ അനിയത്തി ഇത്ര നാളും കൊണ്ടു നടന്നത്. എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞു, എന്റെ മുമ്പിൽ അഭിനയിക്കുന്നു. ഇനി അത് പറ്റില്ല. സത്യം പറഞ്ഞോ, എങ്ങനെ ഇത്രയും കാശ് നിന്റെ കയ്യിൽ വന്നത്? ആര് തന്നിട്ട്? എന്തിനു വേണ്ടിയുള്ള പ്രതിഫലം? ഇവള് കാശുണ്ടാക്കിയത് വേറെ വഴിക്കാ. ആ പണം, ആ ലക്ഷങ്ങൾ എന്റെ അനിയത്തി വഴി വിട്ട് സമ്പാദിച്ചാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഏയ്, തൊട്ടുപോകരുത് തന്നെ. നീ സത്യം പറയുന്നത് വരെ എനിക്ക് ഇങ്ങനെ ഒരു അനിയത്തി ഇല്ല. ഈ കുടുംബവും ചേച്ചി ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല. വിസ്മയ ഉറങ്ങിയില്ലല്ലേ? വിനേട്ടൻ വന്ന് വിളിക്കുമ്പോ എല്ലാവരും ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചു. ചേച്ചി പോയി കിടന്നു. വിനേട്ടൻ വന്നാൽ ഞാൻ വാതിലടച്ചോളാം. എന്താ വിനേട്ടൻ വിസ്മയെ ഇങ്ങനെ സംശയിക്കാൻ? അടിക്കുകയും ചെയ്തു. വിസ്മയെ തല്ലുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. വിനേട്ടനോട് ദേഷ്യം തോന്നി. വിസ്മയ ഒരിക്കലും വിനേട്ടനോട് കള്ളം പറയില്ലെന്ന് വിനേട്ടൻ അറിയാവുന്നതല്ലേ? എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാ. വിനേട്ടനെ കുറ്റപ്പെടുത്തണ്ട. സത്യം പറഞ്ഞ ഇത്രയും വലിയ തുക തന്നു പറഞ്ഞപ്പോ എനിക്കും വിശ്വസിക്കാനായില്ല. പക്ഷെ വിസ്മയെ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്.
വിനയേട്ടന്റെ പ്രശ്നവും അത് തന്നെയാ. ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കുറ്റം എന്റെ ഭാഗത്താ. നാളെ കല്യാണം കഴിയട്ടെ, വിനയേട്ടന്റെ സംശയം ഞാൻ തീർക്കും. അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. അതെല്ലാം വിട്. വിനേട്ടൻ വരാൻ വൈകുന്നത് എന്താ? വരും, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നോട് പരിഭവിച്ചാലും ചേച്ചിയും മറ്റുള്ളവരും ഇവിടെ ഇല്ലേ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാനും വിളിച്ചു. എന്നോടും അമ്മയോടും പരിഭവിച്ച് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ചേച്ചി പോയി കിടന്നോ, ഞാൻ വിനയേട്ടൻ വന്നിട്ടേ ഉറങ്ങാൻ കിടക്കും. ഞാനും വരുമ്പോ നീ വിളിക്ക്, ഞാൻ അകത്തുണ്ട്.